അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ സ്വസ്ഥം ചെയ്യുന്നു. നീ കുരിശിൽ നിന്റെ ജീവൻ സമർപ്പിച്ച ലോകത്തിൻ്റെ രക്ഷയുടെ ഈ വിശുദ്ധ ദിനത്തെ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത്, വീണ്ടും നിന്റെ മരണം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ നന്ദിയോട് അനുസ്മരിക്കുന്ന കർത്താവേ. നിന്റെ രക്ഷയുടെ കുരിശ് ഞാൻ ഉയർത്തിക്കൊണ്ട് ആരെല്ലാം തിന്മയുടെ ശക്തികളിൽ അകപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം പാപശാപങ്ങളിൽ വീണിട്ടിട്ട് മുന്നോട്ട് ഗതി കിട്ടാതിരുന്നിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ നിന്റെ പാപശാപ ബന്ധനങ്ങൾ ഈശോ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും
ഇന്ന് ഓരോരോ കാര്യങ്ങൾക്കായി യാത്ര തിരിക്കുന്ന എല്ലാവരും, ഓരോരോ വിഷയങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നതും അതിൻ്റെ ഉപായം കണ്ടെത്താൻ ശ്രമിക്കുന്നതും, നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾ സർവോപരി മുതുകിന് മുഴുവൻ നീര് വന്നിട്ട് ഷർട്ട് പോലും ഇടാൻ പറ്റാത്ത ഒരാളെ പുരുഷനെ കാണിക്കുന്നൊരു കർത്താവ്. ആ മകൻ്റെ മുതുകിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ നിഴൽ വീഴുന്നു. അവനെ കർത്താവ് സുഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, the fire fingers soaked with the precious blood. I command you, in the name of Jesus Christ, you be healed. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദിവസമാണ്. എൻ്റെ ഹൃദയത്തെ എപ്പോഴും ബാധിച്ചിട്ടുള്ള കർത്താവിൻ്റെ അന്ത്യവിനാഴികയെക്കുറിച്ചുള്ള ഐസയുടെ പ്രവചനങ്ങളുണ്ട്. അത് നമ്മളിന്ന് എല്ലാവരും സുവിശേഷമായിട്ട് വായിക്കും. അത് ഐസയ 53:7 നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. അത് വെറുതെ വായിച്ചാൽ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ആദ്യം യേശുവിനെ സ്നേഹത്തിൽ ഫീൽ ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ്. പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുമൊക്കെ എല്ലാം വീട്ടിൽ ഈ ദിവസങ്ങളിൽ ഈ പുത്തമ്പാനെയൊക്കെ വായിച്ച് ഇരുന്ന് കരയണ കണ്ടിട്ടുണ്ട് ഞാൻ. നമുക്കിന്ന് ദൈവത്തിന് അവർക്കുണ്ടായതിനേക്കാൾ അറിവുകളുണ്ട്, പക്ഷെ ആത്മബന്ധമില്ല. ഇത് ഒരു ട്രാജഡിയാണ്. അറിവ് കൂടിയപ്പോൾ ആത്മബന്ധം കുറഞ്ഞു, അതുകൊണ്ട് അനുഭവങ്ങളും കുറഞ്ഞു. ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ ട്രാജഡി. യേശുക്രിസ്തു മരിച്ചതല്ല, നമുക്ക് മരിച്ചതിൻ്റെ അനുഭവം ഫീൽ ചെയ്യാത്തതാണ്. അതെങ്ങനെ ലോകത്തിന് സാത്താന് എപ്പോഴും അത് ലോകത്തിന് ഫീൽ ചെയ്യിക്കരുത് എന്ന് എന്തോ ദൃഢനിശ്ചയമുള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. കാര്യം ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ നിന്ന് യേശുവിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ചു മാറ്റുന്ന പോലെ ഓരോ കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹബാദ് ഹൈക്കോടതിയിൽ ഏറ്റവും പുതിയൊരു വിധിയുണ്ടായി. നിങ്ങൾ കേട്ടതാണ്. അതായത് ഭർത്താവിൻ്റെ അപ്പനെ അമ്മയെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കില്ല എന്നും പറഞ്ഞൊരു വിധിയുണ്ട്. അതായത് മരുമകൾക്കില്ലെന്ന്. അപ്പോൾ നിങ്ങൾ പറയും, അതാണല്ലോ ശരി. ലോകത്ത് 2 തരം ശരികളുണ്ട്. ഈ 2 കള്ളന്മാരുള്ളതുപോലെ 2 ശരികളുണ്ട്. അതായത് ഒന്ന് ലീഗലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, മറ്റത് എത്തിക്കലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം മരുമകൾക്ക് ഭർത്താവിൻ്റെ അമ്മയെ അല്ലെങ്കിൽ അപ്പനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലെന്ന് കോടതിയാണ് പറയണത്. അത് നിയമപരമായൊരു വശമാണത്. ഇപ്പോൾ താഴെ എഴുതി കമൻ്റ് വരുന്നുണ്ട്, ഈ കാലങ്ങളിൽ കഞ്ചാവ് പിടിച്ച ആൾക്കാരും ജഡ്ജിയായിട്ടുണ്ടെന്നും പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട്. ചിലർ പറയണത് അത് ശരിയാണല്ലോ എന്ന് പറയണ ഒരു ഭാഗമുണ്ട്. വേറൊരു കമൻ്റ് ഉള്ളത്, അങ്ങനെ അപ്പനെ അമ്മനെ
നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീട് വാങ്ങിച്ച് മാറി താമസിക്കാൻ. അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അത് അവരുടെ രക്തത്തിൻ്റെ മാംസത്തിൻ്റെ വിലയായ വീട് നിങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം അവരെ നോക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, കോടതി ബാധ്യതയില്ലെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞൊരു വേറെ കമൻ്റുണ്ട്. ഞാനിപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച അത് സൂചിപ്പിക്കാൻ കാരണം ഇത് പല ആൾക്കാർക്കും ദുഃഖവെള്ളിയാഴ്ച രണ്ട് കള്ളന്മാർക്ക് രണ്ട് അനുഭവങ്ങളാണ് ദുഃഖവെള്ളിയാഴ്ച നൽകണത്. എന്താ വെച്ചാൽ ഒരാൾ നിയോഗത്തിൻ്റെ സൈഡിൽ നിൽക്കുക. അയാൾ പറയണതിൻ്റെ അത് കാര്യമുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അതാണ് ലീഗൽ സൈഡ്. അതാണ്. മറ്റേയാൾ പറയണത് ഞാൻ നിന്നെ അറിയാൻ വൈകിപ്പോയി, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കർത്താവ് ആ പറയുന്നത് ഒരു എത്തിക്സ് ഉണ്ട് ശരിക്കും. കാര്യം ദൈവപുത്രനാണെങ്കിലാണെന്നല്ല ഇയാൾ പറയണത്, ഇടതുവശത്തെ കള്ളൻ. മറ്റേയാൾ പറയണത് ആണെങ്കിൽ ഞാൻ അപരാധിയല്ലേ, ആ ഒരു പൊസിഷനാണ് അയാൾ ആ വലതുവശത്തെ കള്ളൻ ഡെവലപ്പ് ചെയ്യണത്. ഒരാൾ ലീഗൽ സൈഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റേയാൾ എത്തിക്കൽ സൈഡ് ഡെവലപ്പ് ചെയ്യുന്നത്. കർത്താവ് തിരിയണത് ആരുടെ നേരെയാണ്? ലീഗൽ സൈഡിൻ്റെ ഒക്കെ അല്ല തിരിയണത്, മറിച്ച് അതിൻ്റെ ധാർമ്മികത നോക്കുന്ന ആളിൻ്റെ അടുത്താണ് തിരിയണത്. കാര്യം ധാർമ്മികത നോക്കുന്നവർക്കാണ് മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ പ്രതീക്ഷയിലായിരിക്കുമെന്ന് അവൻ്റെ മാനസാന്തരത്തിന് കർത്താവ് സ്പോട്ടിൽ ഉത്തരം കൊടുക്കുന്നുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം സിദ്ധിക്കുമെന്നുള്ളത് ചിലരോട് ഈശോ കൊടുത്ത ചില മറുപടികളാണ്. അപ്പം ഈശോയ്ക്ക് വേണമെങ്കിൽ സ്പോട്ടിലും കൊടുക്കാം. അത് ഈശോയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു സത്യസന്ധതയും പരമാർത്ഥതയും ലുക്ക 14:12 മുതലുള്ള വചനങ്ങളാണ്. നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഇതാണ് വിഷയം. അത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അന്ത്യവിധിയുമായിട്ട് വരണതാണ്. ഇതിപ്പോൾ തനത് വിധി പോലെ വന്നിരിക്കുക. ഓൺ ദി സ്പോട്ടിലാണ് ജഡ്ജ്മെന്റ്. ഇവിടെ കർത്താവ് അന്ത്യവിധിയാളനായി തന്നെയാണ് നിൽക്കുന്നത്. പണ്ട് സഭാപിതാക്കന്മാർ പറയുമായിരുന്നേ, കുരിശ് കിടക്കുന്ന കർത്താവിനെ കാണുമ്പോൾ കുരിശ് കർത്താവിൻ്റെ സിംഹാസനമാണ്. രാജാവിൻ്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ജീസസ്, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ്, യുദയോരും, യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ. അപ്പോൾ ആ രാജാവിൻ്റെ കുരിശ് സിംഹാസനം എന്ന് പറയുന്നത് കുരിശ് തന്നെയാണ്. സഭാപിതാക്കന്മാർ പറയവേ, ചെങ്കോല് കുരിശ് തറക്കപ്പെട്ട ആണികളും പിടിച്ചുകൊണ്ടാണ് കർത്താവ് വിധി നടത്തുന്നതെന്ന്. അപ്പം അവിടെയും കർത്താവ് പണ്ട് പറഞ്ഞിട്ടില്ലേ, രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും,
എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവീൻ. ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവീൻ. അപ്പോൾ അവിടെയും ഇടതുവശവും വലതുവശവും ഉണ്ട്. മത്തായി 25:41. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി. അപ്പൊ ഈ ഇടതുവശത്തുള്ള കള്ളനോട് പറയാനുള്ള കാര്യങ്ങള് നേരത്തെ പറഞ്ഞു ഈശോ. ഇപ്പം മിണ്ടണില്ല. നേരത്തെ പറഞ്ഞ് ശപിക്കപ്പെട്ടവരെ. എന്താ കാര്യം? അവിടെ ഇവൻ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ വലതുവശത്തുള്ള ആള് തിരിച്ചറിഞ്ഞില്ല എങ്കിലും ആ സാധ്യതയെ അംഗീകരിച്ചു, പിന്നീട് അത് സമ്മതിച്ചു. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അയാളൊരു തുറവിയുണ്ടായിരുന്ന വിഷയം. ഇവിടെ ഒരു പ്രശ്നത്തിൽ വെച്ചാൽ നമ്മൾ എത്തിക്സിലാണ് തുടങ്ങിയത്. ഇടതുവശത്തെ കള്ളൻ ലീഗൽ പോയിൻ്റാണ് പറയണത്. എനിക്ക് പ്രൂഫൊന്നും ഇല്ലെന്ന് പറയും. ലുക്ക 23:39. ഇത് ഇടതുവശത്തെ കള്ളന്റെ റെസ്പോൺസാണ്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അയാളെ ക്രിസ്തുവാണെന്നുള്ള കാര്യം അംഗീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയണത്. വലതുവശത്തെ കള്ളൻ അംഗീകരിച്ചു. പക്ഷേ ഇടതുവശത്തെ കള്ളനുള്ള ഉത്തരം കർത്താവ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് കർത്താവ് തൽക്കാലം മറുപടി പറയണില്ല. ഇപ്പം ജഡ്ജി എന്താ പറഞ്ഞത്? ധാർമ്മികമായിട്ട് ഓക്കെ ആണ്, പക്ഷേ പേഴ്സണൽ ഫ്രീഡം ഉണ്ടെന്ന് പറയും. അതാണ് അലഹബാദ് കോടതിയിൽ ജഡ്ജി പറഞ്ഞത്. മരുമകൾക്ക് അയാളുടെ പേഴ്സണാണ്, അവർക്ക് അവിടെയുള്ള ഫ്രീഡം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ദുഃഖവെള്ളിയുടെ എല്ലാ ശക്തിയും എല്ലാ അതിജീവന അഭിഷേകവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വിൻസി, ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ജൂൺ 25-നാണ്. അതിനു മുൻപ് ഞാൻ 2024 ഡിസംബർ 7 ഇവിടെ വന്നിരുന്നു. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ചേച്ചിമാർ ഇവിടെ വരുന്നത് കൂടെ തന്നെ, അവരുടെ കൂടെ ഞാൻ വന്നതാണ്. അന്നത്തെ പ്രത്യേകതയൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അന്ന് വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു പോയി. പിന്നീട് 2025 ജനുവരിയിൽ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ജർമ്മൻ പഠിക്കാൻ ഡൽഹിയിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഉടമ്പടി എന്താണെന്നും മാതാവിൻ്റെ അനുഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അവിടെ എൻ്റെ റൂംമേറ്റ്സും ഉടമ്പടിയിലായിരുന്നു. അവരാണ് ഉടമ്പടിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. അവരെന്നും ഡെയിലി ബ്രെഡ് എത്തിക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അത് എനിക്കും ഒരു പ്രചോദനമായിരുന്നു. ഞാനും സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ 4 മാസത്തെ ജർമ്മൻ B1 കോഴ്സിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. ഇവിടെ B2-ന് ചേരാൻ വേണ്ടിയിട്ട് കോട്ടയത്ത്. അതിനു മുൻപ് ഞാനിവിടെ വന്ന് B2-ന് ചേരുന്നതിന് മുൻപ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമൂലം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ജർമ്മൻ B2 പഠിക്കാൻ ചേർന്നത്. B2 പഠിച്ച് 4 മാസത്തെ B2 ക്ലാസ്സും പ്രിപ്പറേഷന് ശേഷം എക്സാം എഴുതാൻ പോയി. പക്ഷേ സെപ്റ്റംബറിലാണ് എക്സാം എഴുതിയത്. അന്ന് തന്നെ എനിക്ക് എൻ്റെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് കിട്ടും. എൻ്റെ മെറിറ്റിലാണ് ഞാൻ ആശ്രയിച്ചത്. അതുപോലെ തന്നെ എക്സാം റിസൾട്ട് വരെ ഹോൾഡായിരുന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്തായിരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഉടമ്പടിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷിത പ്രവർത്തനമില്ല, കാരുണ്യ പ്രവർത്തികളൊന്നുമില്ല. 2 ആഴ്ച കൂടുമ്പോഴത്തെ കുമ്പസാരവും ഇല്ലായിരുന്നു. പള്ളിയിൽ പോകുമായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുമ്പോൾ മാത്രമേ പോകുമായിരുന്നുള്ളൂ. അങ്ങനെ അത് തിരുത്തി. പിന്നീട് എക്സാമിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. അന്ന് മാതാവിൻ്റെ മഴവില്ല് എനിക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചായിരുന്നു. അത് ഞാൻ എഴുതാൻ വിട്ടുപോയായിരുന്നു. അതിനുശേഷം എക്സാമിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടാണ് പോയത്. അന്ന് അച്ഛൻ എനിക്കൊരു ലോക്കറ്റ് തന്നു വിട്ടായിരുന്നു. അതും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഉപ്പ് ഒരു നുള്ളു കഴിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ തൈലം നെറ്റിയിൽ പുരട്ടിയിട്ടാണ് കയറിയത്.
അതുപോലെ തന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായ എക്സാം മാതാവിൻ്റെ കൃപ കൊണ്ട് എളുപ്പമായിരുന്നു. ചോദ്യങ്ങളെല്ലാം ഞാൻ പഠിച്ചു തന്നെയായിരുന്നു വന്നിരുന്നത്. എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി പിന്നത്തെ ജർമ്മൻ എക്സാം എഴുതുന്നവർക്കറിയാം, ആദ്യത്തെ 3 സെക്ഷൻ ഓറൽ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ കടമ്പ. കാരണം നേറ്റീവ് സ്പീക്കേഴ്സാണ് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അവർ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും, നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ഉപ്പ് റൂമിൻ്റെ പുറത്തിട്ട് തൈലം പുരട്ടിയിട്ടാണ് ഞാൻ കയറിയത്. അതിൻ്റെ ഫലമായിട്ട് അവർ ചോദിച്ചതൊക്കെ എനിക്ക് മനസ്സിലായായിരുന്നു. തിരിച്ച് ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മറുപടി പറയാനും സാധിച്ചായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി. അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ മാതാവി എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ മതി എന്ന് അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു മാതാവിൻ്റെ ഒരു ടേബിളിൽ മാതാവിൻ്റെ ഒരു രൂപം സെറ്റാക്കിയായിരുന്നു. മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ എൻ്റെ നിയോഗങ്ങൾ എഴുതി വയ്ക്കുമായിരുന്നു. നിയോഗങ്ങൾ മാത്രമല്ല, ഒപ്പം തന്നെ നന്ദി എഴുതി വയ്ക്കുമായിരുന്നു. ഓരോ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിന് നന്ദിയും കൂടി എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ ആ എക്സാം എഴുതിയതിൻ്റെ റിസൾട്ട് ഫെബ്രുവരിയിൽ പബ്ലിഷ് ചെയ്തു. അതിൽ ഞാൻ പാസ്സായായിരുന്നു. പിന്നീടുള്ള കടമ എന്ന് പറയുന്നത് ജർമ്മൻ എക്സാമിനേക്കാളും വലിയൊരു കടമയാണ് ജർമ്മൻ പ്രോസസ്സിങ്. ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് മുൻപായാലും ഇൻ്റർവ്യൂ വലിയൊരു കടമ്പയാണ്. അതിനു മുൻപ് ഞാൻ എല്ലാ പ്രിപ്പറേഷൻ ക്ലാസ്സിനായാലും അതിനു മുൻപ് ഞാൻ തൈലം പുരട്ടി ഉപ്പ് കഴിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുക. അതുപോലെ ഇൻ്റർവ്യൂ പാസ്സാവാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് പ്രോസസ്സിങ്ങും ഇതുപോലെ തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ 3 മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ നടത്തി തന്നായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം 3 മാസം കൊണ്ട് പ്രോസസ്സിങ് കഴിയാന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അതുപോലെ ജർമ്മനിയിലെ നല്ലൊരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലിയും കിട്ടിയിരിക്കുന്നത്. പിന്നെ വിസയ്ക്ക് വെക്കലായിരുന്നു പിന്നത്തെ ഒരു കടമ്പ. ഏപ്രിലിൽ ഞാൻ വിസയ്ക്ക് വെച്ചു. അവിടെയും ഞാൻ VFS ഓഫീസിൻ്റെ മുൻപിൽ ഒപ്പിട്ടിട്ടാണ് പോയത്. 20 ദിവസമായിട്ടും വിസ വന്നായിരുന്നില്ല. പക്ഷേ 20 ദിവസം എന്ന് പറയുന്നത് അത്ര വലിയ സമയമൊന്നുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഏജൻസിയുടെ ഒരു ആഡ് കണ്ടായിരുന്നു, ചിലർക്ക് 10 ദിവസം കൊണ്ട് വിസ വന്നു എന്നൊക്കെ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. അങ്ങനെ ഞാൻ വചനം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം, നീ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവാണ് നിൻ്റെ മുൻകാവൽക്കാരൻ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് നിൻ്റെ മുൻകാവൽക്കാരൻ എന്നാണ് വചനം എനിക്ക് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും വിസ വരാറായിട്ടുണ്ടെന്ന്. പിറ്റേ ദിവസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് എനിക്കൊരു ഇമെയിൽ വന്നു, വിസ ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞ് വിസ ഞാൻ വാങ്ങിച്ചു. അതും മാതാവിൻ്റെ മുൻപിൽ നിന്ന് വിശുദ്ധ തൈലം പുരട്ടി വിസയുടെ കവറിന്മേൽ വിശുദ്ധ തൈലം പുരട്ടി ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ തുറന്നു നോക്കിയത്. വിസ അപ്രൂവ്ഡ് ആയിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണത്തിനാവശ്യമായ ഒരു ധനസഹായം നൽകി സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ രോഗികളെ ഈശോനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കാനുള്ള ഒരു കൃപ ലഭിച്ചായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തായിരുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും സാക്ഷ്യങ്ങളും എന്നും എല്ലാവർക്കും ഷെയർ ചെയ്യുമായിരുന്നു. സ്റ്റാറ്റസായിട്ടും എൻ്റെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തായിരുന്നു. പിന്നെ പഠിക്കുന്ന സമയത്തായാലും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ കൃപാസന പത്രം ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി എനിക്ക് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് കഴിച്ച് തീർക്കൊന്നുമില്ല. ഓരോ ദിവസം ചിലപ്പോൾ ഒരെണ്ണം പറ്റുള്ളെങ്കിൽ അത് പറഞ്ഞിട്ടാണ് കൊടുക്കുകയുള്ളൂ. വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മുട്ടുവേദനയൊക്കെ മാറി കിട്ടിയായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 13:6. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് വിൻസി വർഗീസ് കൊരട്ടി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ
ഇടപെട്ടതെന്ന് വളരെ ബോധ്യത്തോടു കൂടിയാണ് പ്രത്യക്ഷീകരണ മാതാവിന് സാക്ഷിയായിട്ട് ഈ മകളിവിടെ നിന്ന് പറയുകയുണ്ടായി. ജർമ്മനിലേക്ക് കടന്നു പോകാനുള്ള പരീക്ഷകൾ പോയതും അതിനെ പ്രകാരം കുറച്ചുകൂടി നന്നായിട്ട് ഒരുങ്ങണമെന്നൊക്കെയുള്ള ബോധ്യത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ഈ ഉടമ്പടി ഈ മകൾ ഒത്തിരിയേറെ സഹായിച്ചു. ഇടയ്ക്കൊക്കെ സ്വന്തം മെറിറ്റിൽ ആശ്രയിക്കുകയുണ്ടായി. എന്നാൽ അതെല്ലാം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടുത്തെ ദൈവമാതാവിൻ്റെ കൃപയാലാണ് എനിക്കെല്ലാം ലഭിച്ചതെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് വിൻസി ഇവിടെ ഇന്ന് തൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെ ജർമ്മനിലേക്ക് പോകുവാനും സമയത്തിൻ്റെ ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഒരു മുട്ടിപ്പും വരാതെ കണ്ട് എല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ഉടമ്പടി നേർച്ച വസ്തുക്കളോടൊപ്പവും ഉടമ്പടി തൈലത്തോടൊക്കെ കാട്ടിയ സ്നേഹവും വിശ്വാസമൊക്കെ തന്നെയാണ് ഈ മകളെ കൂടുതൽ പരിസ്ഥിതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ സന്നിധിയിൽ മാറ്റുകയൊക്കെ ചെയ്തത്. പരിസ്ഥിതി മാതാവിൻ്റെ സംരക്ഷണം കരുതലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ചെയ്യട്ടെ. ഇനിയും പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സാക്ഷികളായിട്ട് ഈ മകളെയും നമ്മൾ ഓരോരുത്തരേക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുവാനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ആരംഭിക്കട്ടെ. 2024 മാർച്ച് മാസം 5-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് മധു, എൻ്റെ ഭാര്യ സുമ, എൻ്റെ സഹോദരിയാണ് നിൽക്കുന്നത് പ്രീത, എൻ്റെ സഹോദരി ഭർത്താവ് രമേശ്. ഏതാണ്ട് 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. അത് എൻ്റെ ഭാര്യ എടുത്ത ഉടമ്പടിയുടെ സാക്ഷിയായിട്ടാണ് ഞാനത് പറഞ്ഞത്. അത് 10-20 വർഷക്കാലമായിട്ട് ചെറിയൊരു മദ്യപാനം എൻ്റെ ദുശീലമായി ഉണ്ടായിരുന്നു. അത് ഞാൻ പോലും അറിയാതെ അത് എനിക്ക് അമ്മയുടെ ഉടമ്പടി വസ്തുവായ ഉപ്പ് എനിക്ക് തരികയും അതിൽ നിന്ന് വളരെ മാറ്റമുണ്ടായി. ഇന്ന് ഈ നിമിഷം വരെ പിന്നെ ആ മദ്യപാനം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് അതിനോടുള്ള ചിന്ത പോലും ഉണ്ടായിട്ടില്ല. അന്നേരം അതിനെപ്പറ്റിയുള്ള സാക്ഷി ഞാൻ വിശദമായി ഇവിടെ ഈ ആൾത്താരയിൽ പറയുകയുണ്ടായി. പക്ഷേ ആ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഭവനത്തിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസം ഇത് ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള പരിസരത്തുള്ളവർക്കെല്ലാം ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തത് പറഞ്ഞ പോലെ. പക്ഷേ ഞാൻ അതിൽ ലജ്ജിച്ച് തലതാഴ്ത്തി ഇരിക്കുമല്ലായിരുന്നു. ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് ജീവിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ 2024 മാർച്ച് 5-ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ വെച്ച ആദ്യ നിയോഗം കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണം എന്ന് തന്നെയായിരുന്നു ഒന്നാമത്തെ നിയോഗം. രണ്ടാമതായി വെച്ചത് എൻ്റെ സഹോദരിക്ക് ഒരു ഒറ്റമുറി വീടേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട് വെക്കുവാനായിട്ട് സാധിച്ചില്ല. 10-14 വർഷമായിട്ട് അവർ ആ വീട്ടിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ നിയോഗം വെച്ചിട്ടുണ്ട് വീട് റെഡിയാകാൻ വേണ്ടി. കാരണം ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ സാഹചര്യം എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും ഒരു തരി മണ്ണോ ഒരു തരി പൊന്നോ ഇല്ലാതെയാണ് ഞാൻ കടന്നു വന്നത്. എൻ്റെ ജീവിതത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാളെ വിവാഹം കഴിച്ചു വിടൂ. അന്നേരം അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നപ്പോൾ ഈ അമ്മയുടെ അടുക്കൽ നിന്ന് എനിക്കറിയാം ഈ ഭവനം ലഭിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി വെച്ചു. ഇവരോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ വെച്ചത് കൃത്യമായ ഒരു ഡേറ്റ് ഇട്ട് തന്നെയാണ് അമ്മയോട് പ്രാർത്ഥിച്ചത്. 2024 ഡിസംബർ 25-ന് മുമ്പ് ആ ഭവനം എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞു. ഞാനിത് ഈ വിവരം അറിയിച്ചപ്പോൾ അവർ തിരസ്കരിക്കുമായിരുന്നു. അവർ പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതിനെപ്പറ്റി പറയണ്ട, ഏപ്രിലാണെങ്കിൽ ചിലപ്പോൾ നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ലൈഫിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നു. എല്ലാം ലാസ്റ്റ് ഒരുപാട് പിന്നിലായിരുന്നു കിടന്നത്. അത് കഴിഞ്ഞ് 10 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ബ്ലോക്കിലെ PMAY ആ പദ്ധതിയിൽ നിന്ന് പെട്ടെന്ന് അമ്മയുടെ അത്ഭുതകരമായ പ്രവർത്തനം തന്നെയാണെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്നവർക്കെല്ലാം പോയി. ഇവള് മാത്രമായി അവശേഷിച്ച് ആ ലിസ്റ്റിൽ ഭവന പദ്ധതി തുടങ്ങാൻ വേണ്ടി 4 ലക്ഷം രൂപ അവിടുന്ന് അനുവദിച്ചു. ഈ 4 ലക്ഷം രൂപ അനുവദിച്ച് കഴിഞ്ഞപ്പം പല രൂപത്തിൽ ഫണ്ടുകൾ വന്ന് നല്ലൊരു കൊച്ചു വീട് മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അത് പൂർത്തീകരിച്ച് അവർ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് കയറി താമസം കഴിഞ്ഞു. ആ ഭവനത്തിലാണ് ഇപ്പോൾ ഇവർ 2 പേരും താമസിക്കുന്നത്. വീട്
പണിയണമെങ്കിൽ ഇവർക്ക് ഒരു ചെറിയ നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നടപ്പാതയിൽ കൂടെ വന്ന് വണ്ടി വാഹനങ്ങളൊന്നും കടന്നു പോവുകയില്ല. പക്ഷേ തൊട്ടടുത്തുള്ളവരുടെ ഒരു ബന്ധു നമ്മുടെ ഇവർക്ക് ആ വീട് പണിക്ക് വേണ്ടി മതിൽ പൊളിച്ച് തന്നു. ആ മതിൽ പൊളിച്ച് തന്ന് അതുവഴി ലോറി കടത്തി ഇവരുടെ മുറ്റത്ത് സാധനങ്ങൾ കൊണ്ട് ഇറക്കാൻ സാധിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതിനുശേഷം ഇവരുടെ ഇവർക്ക് ഏക മകളാണുള്ളത്. അവൾ ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ് പഠിച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ ആഗ്രഹമായിരുന്നു അവൾക്കൊരു ജോലി ഗൾഫിൽ കിട്ടണം എന്ന്. അന്നേരം ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞു. തൊട്ടടുത്ത നാളുകളിൽ തന്നെ ഇവരുടെ ഒരു ബന്ധു ഈ കുട്ടിയെ ഗൾഫിന് കൊണ്ടുപോയി. വിസിറ്റിംഗ് വിസയിലാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 30 ഈ വിസക്കാരുടെ കാലാവധി തീരും. ഇവരെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒക്ടോബറിൽ ജപമാല റാലിക്ക് വരാൻ നിൽക്കുക. വരുന്ന ആ മാസം അതിനു വേണ്ടിയുള്ള വരണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് എന്നെ വിളിച്ച് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഒക്ടോബർ 30 ആ ജോലി ലഭിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് തന്നെ ഞാൻ ഇവിടെ ജപമാല റാലിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒക്ടോബർ 22 ആ കുട്ടിക്ക് ജോലി ലഭിക്കുകയും ഇന്നിപ്പോൾ അവൾ ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. പിന്നെ അടുത്തത് അച്ഛനിവിടെ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, സാക്ഷ്യം പറയാൻ മടിക്കരുത്, സാക്ഷ്യം പറയണമെന്ന്. പലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ അടുത്ത ബന്ധുക്കൾക്കാണേലും നമ്മൾ ഒരാൾക്ക് രോഗം വന്നു അവർക്ക് വേണ്ടി നിയോഗം വെച്ച് കഴിഞ്ഞാൽ ആ നിയോഗം കിട്ടി അവർ സുഖപ്പെട്ട് കഴിയുമ്പോൾ അവർ വരിക എന്നുള്ളൊരു കടമ അവർക്കും കൂടി ഉള്ളതാണ്. പക്ഷെ അവരറിയുന്നില്ലല്ലോ ഇവിടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ രോഗം മാറിയെന്ന്. പക്ഷേ നമ്മളത് ഉറച്ച് ദൈവസന്നിധി പറയാതിരിക്കാൻ ഇവിടെ ആൾ വരാത്തതുകൊണ്ട് പറയരുതെന്നുള്ളതാണ്. എന്തിലും അവരെല്ലാം സുഖപ്പെട്ട് അതെല്ലാം ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ പറയുന്നത് എനിക്കൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. എനിക്ക് ഒരു 8 വർഷമായിട്ട് അസിഡിറ്റിയുടെ അസുഖം ഉണ്ടായിരുന്നു. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കടുത്ത രീതിയിലായിരുന്നു. എപ്പോഴും വയറെരിച്ചിലായിരുന്നു. ആ വയറെരിച്ചിൽ ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് എപ്പോഴാണ് ഇത് മാറിയെന്ന് പോലും അറിയത്തില്ല. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരു വർഷം ആയിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് എനിക്ക് ഇത് മാറിയത്. ഞാൻ ഉപ്പും തേനും ഉടമ്പടി തൈലവും എന്നും ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ തന്നെയാണ് എനിക്കത് മാറിക്കിട്ടിയത്. ഞാൻ ഒരുപാട് മരുന്നുകൾ നേരത്തെ കഴിച്ചിരുന്നതാണ്. സ്കിൻ അലർജി, ചേട്ടായിക്കൊരു സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അതും ഉപ്പും ഉടമ്പടി തൈലം ഉപയോഗിച്ച് മാത്രമാണത് മാറിക്കിട്ടിയത്. പിന്നെ എനിക്ക് തിരിയിലൊരു ഡേറ്റ് കാണിച്ചു തന്നായിരുന്നു. മാർച്ച് 3 എനിക്ക് ഒരു 21 ഡേറ്റ് എനിക്ക് വളരെ വ്യക്തമായിട്ടത് കാണാമായിരുന്നു. അത് 21 മാർച്ച് 21 ഒന്നും സംഭവിച്ചില്ല. മാർച്ച് 3 അങ്ങനെ കാണുന്നത്. മാർച്ച് 21 ഒന്നും നടന്നില്ല. അപ്പം ഞാൻ ആ 21 കഴിഞ്ഞ് 27 ഒക്കെ ആയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നിട്ട് ഒന്നും ആയി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടി, നിങ്ങൾ ദീർഘക്ഷമയുള്ളവരായിരിപ്പിനെന്ന് കണ്ടു. പിന്നെ ഞാനതേക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. അങ്ങനെ മാർച്ച് 21 കഴിഞ്ഞു, ഏപ്രിൽ 21 കഴിഞ്ഞു, ഒന്നും ആയില്ല. മെയ് 21 രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്ന സമയത്ത് ഞാനിങ്ങനെ വീണ്ടും അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്നും 21 ആണല്ലോ, എനിക്കൊന്നും അടയാളങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ വീണ്ടും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ കൺസീവായി, എനിക്കിന്ന് ഡോക്ടറെ കാണാൻ പോകുന്നതിന്. ആ 21 അത് മാതാവ് തന്ന കുഞ്ഞാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 21 പിന്നെ ഇതുപോലെ വേറെ ഒരനുഭവമുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ ജപമാല റാലിക്ക് ഒരു നിയോഗം, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ ഫ്രണ്ടും കൂടി ഒരു നിയോഗം വെച്ച് എൻ്റെ ചേച്ചിയുടെ മോനും അവളുടെ മോൾക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് നടന്നിരുന്നു. ഒക്ടോബർ 26 അങ്ങനെ ആ ജപമാല റാലി. അത് കഴിഞ്ഞ് ഡിസംബർ 1 എനിക്ക് മെഴുകുതിരിയിൽ ഒരു ഭ്രൂണത്തിൻ്റെ പടം കിട്ടുകയും ഞാനിത് ഇവരെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഫ്രണ്ടിൻ്റെ മോള് അവളത് വാൾപേപ്പറായിട്ട് ഇടുകയും ഡിസംബർ 20 അവസാനം അറിയുന്നത് അവൾ കൺസീവ് ആയി എന്നാണ്. അവൾക്ക് ഈ ജൂലൈ ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ മാതാവിൻ്റെ പിന്നെ ഞങ്ങൾക്ക് ഈ തിരിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. മാതാവിൻ്റെ സാന്നിധ്യം പല രൂപത്തിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തികൾ പത്രം കൊടുക്കാറുണ്ട്, പിന്നെ ഇത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, പിന്നെ രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിൽ ഒരു അനാഥരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞായറാഴ്ചത്തെ അവരുടെ രാവിലത്തെ ഭക്ഷണം കൊടുക്കുക. അത് ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത് 3-4 പേര് കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ അനാഥാലയങ്ങളിൽ മാസത്തിലൊരു ദിവസം വെച്ച് ഫുഡ് ഉള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ രോഗികളായിട്ടുള്ളവർക്ക് ഒത്തിരി പേർക്കില്ലെങ്കിൽ കുറച്ച് പേർക്ക് ഞങ്ങൾ സാമ്പത്തികമായ സഹായം ചെയ്യാറുണ്ട്. എല്ലാത്തിലും കൂടുതൽ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളോട് ശത്രുത കാണിക്കുന്നവർക്ക് വേണ്ടി പോലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ കൂടെ പലർക്കും നല്ല അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം പലരും ഈ പറഞ്ഞ പോലെയാണ്, കിട്ടിക്കഴിയുമ്പോൾ വന്ന് പറയാനായിട്ട് എന്തോ ലജ്ജിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പലരും വരാത്തത്. അതുപോലെ എനിക്കാണെങ്കിൽ തന്നെ ബൈബിൾ വായന ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ പല അമ്മയുടെ അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ ജോലി ചെയ്യുന്നതിന് തൊട്ട് മുകളിലായിട്ടുള്ള മേഘത്തിൽ മഴവില്ല് പ്രത്യക്ഷമായി കണ്ടു. അങ്ങനെ പല പ്രാവശ്യവും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ച ഒരു കുടുംബം തന്നെയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ മുന്നോട്ടും ഈ ജപമാല റാലിക്ക് വന്നതിനും ജപമാലയിലും സാക്ഷ്യങ്ങളിലും എല്ലാം ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുസ്തകം വാങ്ങിയാണ് അത് പഠിച്ചത്. കാരണം ഞങ്ങൾ ക്രൈസ്തവരായതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. എങ്കിലും അത് പഠിച്ചെടുത്ത് ഇപ്പോൾ അത് കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ഞങ്ങൾ ഈ ഉടമ്പടി തന്നെ ജീവിക്കുമെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനിയും സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ കടന്നു വരും. കാരണം ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് നടന്നു കഴിയുമ്പോൾ അന്ന് തന്നെ ഞാൻ വന്ന് ഇതുപോലെ ലജ്ജിക്കാതെ ഞാൻ പറയും. ലജ്ജിക്കാതിരിക്കുന്നവന് എനിക്ക് അങ്ങനെ ലജ്ജ തോന്നാതിരുന്നതിന് എനിക്ക് ഈ വചനം 2 തിമോത്തിയോസ് 1:8 നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത്, അവൻ്റെ തടവുകാരനായ എന്നെ പ്രതി നീ ലജ്ജിക്കരുത്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവയ്ക്കുക. ഇത് തന്നെയാണ് ഞാൻ വീണ്ടും എന്നെ കളിയാക്കിയിട്ട് പോലും ഞാൻ വീണ്ടും വന്നിവിടെ സാക്ഷ്യം പറയാനും അമ്മയുടെ സാക്ഷിയായി നിൽക്കുവാനും എനിക്ക് കഴിഞ്ഞത്. ഇനിയും ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും വീണ്ടും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. സങ്കീർത്തനം 111, 4, 5 വചനങ്ങളാണ്. ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും മറക്കാത്ത പിതാവാണ്. ഇസ്രായേൽ ജനത്തിലെ മരുഭൂമിയിലേക്ക് നയിച്ച ആ ദൈവം തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ, ആ സാന്നിധ്യത്തോടുകൂടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ദൈവം നൽകിയ വാഗ്ദാനം ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ എന്തു തന്നെ ആയാലും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ വൈകുന്ന അനുഗ്രഹങ്ങളാവാം. ദൈവം തൻ്റെ ഉടമ്പടിയെ ഓർക്കുന്ന ഒരു ദൈവമാണ്. കാനായിലെ വിവാഹ വിരുന്നിലെ ആവശ്യം കണ്ട് മാതാവ് ഈശോയോട് പറഞ്ഞത് ഓരോ കുറവുകളും അവർക്ക് വീഞ്ഞില്ല. ആ കുടുംബ പ്രശ്നമാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്നും നമ്മുടെ കുറവുകൾ കണ്ട് ആ കുറവുകളെ നിറവുകളാക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. അമ്മയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ കണ്ണീരൊപ്പുന്ന അമ്മയാണ് നമ്മുടെ കൃപാസനം അമ്മ. നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും അമ്മയുടെ മധ്യസ്ഥം വഴിയാണ്. മധുവും സുമയും നമ്മളോട് ഷെയർ ചെയ്ത ആ ദൈവാനുഭവവും അതുതന്നെയാണ്. ഈ മക്കൾ ആദ്യം സുമയാണ് ഉടമ്പടി എടുത്തത്. പിന്നീട് അവരാദ്യം സാക്ഷ്യം പറഞ്ഞു. പിന്നീടാണ് മധു ഉടമ്പടി എടുത്തത്. ഇന്ന് മധുവിൻ്റെ സാക്ഷ്യത്തിൽ ആദ്യം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഒരു ഭൗതിക കാര്യത്തിനല്ല, മറ്റൊന്നിനുമല്ല. ആദ്യ നിയോഗം തന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്നാണ്. ഈശോയുടെ അമ്മയോടും കൂടുതൽ അടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ഈശോയെ കൂടുതൽ അറിയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ആദ്യം നിയോഗം സമർപ്പിക്കണമെങ്കിൽ
അത്രമാത്രം ഈശോയോടും അമ്മയോടും അടുക്കണം. അങ്ങനെ ആദ്യം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ നിയോഗമാണ് ഇന്ന് നിറവേറിയത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് മധുവിൻ്റെ കുടുംബം മാത്രമല്ല, സഹോദരൻ്റെ കുടുംബവുമുണ്ട്. സഹോദരിയും ഹസ്ബൻഡും മധുവുമാണ് ഇന്ന് ഈശോയുടെ അമ്മയുടെ അരികിൽ വന്നത് നന്ദി പറയുവാനായിട്ട്. സഹോദരിക്ക് 14 വർഷമായിട്ട് ഒരു ഒറ്റമുറിയും വീടില്ല, ഒരു ഭവനത്തിലാണ് താമസിച്ചത്. പല സ്ഥലത്തും ഭവനത്തിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു, പക്ഷെങ്കിൽ ഒന്നും നടന്നില്ല. ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 2024 ഡിസംബറിന് മുമ്പ് എൻ്റെ സഹോദരിക്ക് ഒരു ഭവനം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കറിയാം, അമ്മയെ കൃപാസനം അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയത്തിൻ്റെ മേൽ സ്വാധീനമുള്ള അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ അവരുടെ ആവശ്യം അറിഞ്ഞ് ഈശോയുടെ അടുത്ത് ചെന്നപ്പോൾ ഈശോ പറഞ്ഞ് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അവൻ പറഞ്ഞ പോലെ ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമയച്ചുരുക്കം സംഭവിക്കുന്നത്. അങ്ങനെ ഈ കുടുംബത്തിനും മധു എന്ന സഹോദരൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടത്. 2024 ഡിസംബറിന് മുമ്പ് തന്നെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിന് പ്രകാരം അമ്മ ഇടപെടുകയും നല്ലൊരു ഭവനം, അതും ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കിൽ നിന്ന് സഹായം കിട്ടി. പിന്നെ മറ്റ് സഹായങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന്, പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുകയും മനോഹരമായ ഒരു ഭവനം നിർമ്മിക്കുകയും അത് കയറി താമസിക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനായിട്ടാണ് ഇന്ന് ഈ സഹോദരിയും ഹസ്ബൻഡും കൂടെ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഉടമ്പടിയിൽ പിന്നീട് വെച്ചത് ഒരു നടപ്പാത മാത്രമുണ്ടായിരുന്ന ആ ഭവനത്തിലേക്ക് ഒരു വഴിയായിരുന്നു. അത് മതിൽ പോലും പൊളിച്ചാണ് ഒരു ബന്ധുവായ ആ സഹോദരൻ ഇവർക്ക് വഴി തുറന്നു കൊടുത്തത് ഈ വീടുണ്ടാക്കി, ഈ ഭവനം നിർമ്മിക്കുവാനായിട്ട്. ഈശോയും അമ്മയും ചെറുതും വലുതുമായ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുകയാണ്. ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം മരളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയാണ് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ ഭവനം നൽകിയതിന് നന്ദി പറയാനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. പിന്നീട് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ മകൾക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട്. അതും പ്രാർത്ഥന പ്രകാരം ഒക്ടോബറിൽ 30 മുമ്പാണ് വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒക്ടോബർ 30 തന്നെ വിസ തീരുകയാണ്. ഒക്ടോബർ 30 ഒക്ടോബറിൽ ജപമാല റാലിക്ക് വന്നപ്പോഴാണ് മധു എന്ന സഹോദരൻ വീണ്ടും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈ മകൾക്ക് ഒക്ടോബർ 30 മുൻപ് തന്നെ ജോലി ലഭിക്കുകയാണ്. ഇവിടെയും ഇടപെടുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ അനുഗ്രഹമാണ്. പിന്നെ ഉണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. സ്കിൻ അലർജിയും അസിഡിറ്റിയും എല്ലാം നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയാണ്. അറിഞ്ഞു പോലുമില്ല എങ്ങനെയാണ് രോഗം മാറിയെന്ന്. എല്ലാം 7-8 വർഷമായിരുന്ന അസിഡിറ്റിയാണ്. 10 വർഷത്തോളം ഉണ്ടായിരുന്ന സ്കിൻ അലർജിയാണ് മധുവിൻ്റേത്. ഇതെല്ലാം ഈശോയും അമ്മയും ഓരോ കാര്യങ്ങളിലും പറയാതെ പോലും ചോദിക്കാതെ പോലുമെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്ന, തൻ്റെ ഭക്തരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ വാത്സല്യവും കരുണയും സ്നേഹവുമാണ് നാം ഈ മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. പിന്നീട് 21 ഡേറ്റ് മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നപ്പോൾ സുമയ്ക്ക് മനസ്സിലായില്ല ഇതെന്താണെന്ന്. പിന്നീടാണ് മകൾ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് 21-ാം തീയതി മകൾ കൺസീവ് ആയെന്നുള്ള ഡേറ്റ് കിട്ടുന്നത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ആ തിരിയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് 2-1 എന്ന നമ്പർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയാണ്. നമുക്ക് മുൻകൂറായിട്ട് വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ കാത്തിരുന്നാൽ മതി. അപ്പോഴും ഈ മകൾ പ്രാർത്ഥിക്കുകയാണ്. മാർച്ച് 21, ഏപ്രിൽ 21 ഒന്നും ആയില്ല. അമ്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ വചനത്തിലൂടെ അമ്മ മറുപടി കൊടുക്കുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കാൻ. ഇതാണ് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരി മാതാവും ആ സാന്നിധ്യം നമുക്ക് അടുത്തറിഞ്ഞ് മനസ്സിലാക്കുന്ന, അമ്മയെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. വചനത്തിലൂടെയും മെഴുകുതിരിയിലൂടെയും. കൂടാതെ മധു എന്ന സഹോദരൻ്റെ ഓഫീസിൻ്റെ മുകളിൽ ഒരു നല്ല തെളിച്ചമുള്ള ഒരു മഴവില്ല് ആ ഫോണിൽ സാധാരണ കിട്ടാറില്ല ഫോട്ടോ എടുക്കുമ്പോൾ. പക്ഷെങ്കിൽ ഈ ഫോട്ടോയിൽ അത് വളരെ ക്ലിയറാണ്. മഴവില്ല് അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉറപ്പാക്കുന്നത്.
നമ്മളും ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. തന്നെയുമല്ല, ഇവർ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവർത്തികൾ എല്ലാം സ്വയം മറന്നു തന്നെയാണ് കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മുന്നോട്ട് പോകുന്നത്. പല സ്ഥലങ്ങൾ സഞ്ചരിക്കുകയും ഓർഫണേജും മറ്റ് സ്ഥലങ്ങൾ ചോറും പൊതി ഉണ്ടാക്കുകയും അവരെ കൊണ്ട് കൊടുക്കുകയും കൃപാസനം എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫാമിലികൾ ഒന്നിച്ചാണ് ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. പിന്നെ അക്രൈസ്തവയായി മക്കൾ ജപമാലയും ബൈബിളെല്ലാം വായിച്ച് ആത്മീയതയിലും വളരെ മുന്നോട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അമ്മയും ഈശോയും മിണ്ടാതിരിക്കുന്നത്, ശ്രദ്ധിക്കാതിരിക്കുന്നത്? ഇവിടെ ഓരോ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇവരുടെ ജീവിതത്തിലും അതുതന്നെയാണ്. കൃപാലുവും വാത്സല്യനിധിയുമായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സുമയുടെയും മധുവിൻ്റെയും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത്. ദൈവത്തിൻ്റെ ആ കാരുണ്യവും സ്നേഹവും വാത്സല്യവും അടുത്തറിഞ്ഞ മക്കളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ആ സ്നേഹം അടുത്തറിയാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.